കാര്യം ഈ നദിയിലെ ഒഴുക്ക് അതിങ്ങനെ ശക്തമായി തുടരുന്നു. വിനേഷ് എന്നാലും തൃശ്ശൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ശിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അവരവിടെ ഒന്ന് പരിശോധന നടത്തട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ആ മെഷീൻ ഇവിടെ എത്തിക്കാൻ കഴിയട്ടെ. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ അങ്ങനെയാണെന്ന് തോന്നുന്നു ആ മെഷീന്റെ പേര്. ഈ മെഷീൻ വന്നാലും വിനേഷ്, ഇത് എത്രമാത്രം സാധ്യമാണ്? ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണാറില്ല, ഇപ്പോൾ കൊച്ചിയിലൊക്കെ കടലിലൊക്കെ ഡ്രഡ്ജിങ് നടത്തുന്ന മെഷീനറി ഉണ്ട്. ആ മെഷീനറി അവിടെ എത്തിക്കുക അത് സാധ്യമാണോ? ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മെഷീനാണ് ഈ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ. ഓക്കെ, ഈ മെഷീൻ കൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അവിടുത്തെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ശിരൂരിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവരവിടെ എത്തിച്ചേരുമായിരിക്കും. പരിശോധന നടത്താൻ കഴിയുമോ എന്നറിയില്ല. ഇന്ന് വൈകിട്ടാണ് എത്തുന്നതെങ്കിൽ അവിടുത്തെ സാഹചര്യം എന്നാണ് വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ വിനേഷ്, ഈ മറ്റ് സാഹചര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. ഈ മെഷീൻ അത് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മെഷീനാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അതിനപ്പുറത്തേക്ക് ഇപ്പോ എം ഇന്ദ്രപാലൻ നമ്പ്യാരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ വലിയ ജങ്കാറിൽ ഈ എക്സ്കവേറ്ററുകൾ, അത് നീളൻ കൈകളുള്ള ഈ ബൂം എക്സ്കവേറ്റർ പോലുള്ള സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി സാധ്യത കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തായാലും കർണാടക അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രക്ഷാദൗത്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് കേരളത്തിൽ നിന്നുള്ള MLA-മാരും മന്ത്രിമാരും പറഞ്ഞത്. കാരണം തുടക്കത്തിൽ ഒന്ന് രക്ഷാദൗത്യം ഉണ്ടായില്ല, ആദ്യം 2-3 ദിവസം. പിന്നെ അതിനുശേഷം കൃത്യമായി മാധ്യമങ്ങളുടെ ഇടപെടലും ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദവും ശക്തമായപ്പോഴാണ് രക്ഷാദൗത്യം ഊർജിതമായത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി ഇത് നിർത്തിവെക്കണം എന്നുള്ളതിലേക്ക് കർണാടകം മാറിയിട്ടുണ്ട്. കർണാടകം ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഒരുപക്ഷെ ഈ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് വീണ്ടും തെരച്ചിൽ നടത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവരികയും മറ്റുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂ. കലക്ടറുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാവും എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത്തരം നടപടിയിലേക്ക്, അതായത് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനം അതിൻ്റെ രാജസ്ഥാനിൽ നിന്ന് അതിൻ്റെ പാൻറ്റൂൺ കൊണ്ടുവരേണ്ടതുണ്ട്, ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അത് എത്തിയിട്ടില്ല, രാജസ്ഥാനിൽ നിന്ന് എത്തിയില്ല. ഇവിടെ കാർവാറിലും ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉള്ളതാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ വിദഗ്ധരായ ആളുകളില്ല. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ധാരാളമുണ്ട്. അതിനിടയിലാണ് ഇന്നലെ അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളം മുന്നോട്ട് വെച്ചതാണ് ഡ്രഡ്ജിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എത്രയും പെട്ടെന്ന് അതിൻ്റെ മെഷീനറികൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുക. അത് കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാൻ ആദ്യം ഇത് തൃശ്ശിയിലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ അത് തൃശ്ശൂരിലുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയപ്പോഴാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ബന്ധപ്പെടുന്നു. അത് മണ്ണുത്തി സർവകലാശാലയിലാണ്. അതിൻ്റെ ടെക്നീഷ്യൻ സ്ഥലത്തില്ല. ടെക്നീഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇതുവഴി മുന്നോട്ട് പോകാം. പക്ഷേ ടെക്നീഷ്യൻ ഇവിടെ വരണമെങ്കിൽ തന്നെ കർണാടകയുടെ സഹായം വേണം. കൃത്യമായി ടെക്നീഷ്യന് ഈ ഗംഗാവലി പുഴയിൽ വന്ന് ഇത് സ്വന്തം നിലയ്ക്ക് നടത്തി പോകാൻ കഴിയില്ല. കർണാടകയുടെ സഹായം വേണം. കർണാടക ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് അനുമതി നൽകണം. അവർ ഇങ്ങനെ ഇത് ആവശ്യമുണ്ട്, ഡ്രഡ്ജിങ് യന്ത്രം ആവശ്യമുണ്ട് എന്ന് റിക്വസ്റ്റ് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാവും എന്നുള്ളത് നമുക്ക് ഏതായാലും കാത്തിരുന്നു കാണാം. പ്രധാനപ്പെട്ട കാര്യമാണ് വിനേഷ് സൂചിപ്പിച്ചത്. പക്ഷെ അപ്പോഴും വിനേഷ്, ആ കുടുംബത്തിന്റെ ആവശ്യം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് വിനേഷ്. അതായത് നിർത്തരുത്, ആ തെരച്ചിൽ തുടരണം. അർജുൻ മാത്രമല്ലല്ലോ, എല്ലാവരെയും കണ്ടെത്തണം എന്നുള്ള അവരുടെ ആഗ്രഹം. ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിലും ആ തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. പക്ഷെ ഇന്നെന്താണെങ്കിലും ആ പുഴയിലില്ലാത്തത് വലിയ പ്രശ്നമാണ്. വിനേഷ്, ഇനി ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമാക്കും ഈ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ എന്നുള്ളത്? അതായത് കേരളം സമ്മർദ്ദം ചെലുത്തുന്നു, അത് രാഷ്ട്രീയ ഇടപെടൽ വരുന്നതും ഒക്കെ കർണാടകയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തലവേദനയാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ അർജുനെ കണ്ടെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം, വലിയ ലക്ഷ്യമുണ്ടല്ലോ. ഈ തെരച്ചിൽ അത് സജീവമായി നിലനിർത്താൻ, അല്ലെങ്കിൽ രക്ഷാദൗത്യം നിലനിർത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കൂടുതലായി ഇടപെടേണ്ട രീതി എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് അവിടെ ഇനി തുടരുമോ ഈ ഇടപെടലുകൾ, രാഷ്ട്രീയമായിട്ട് ഇടപെടലുകളൊക്കെ ഇനി നടക്കുമോ? എന്താണ് കരുതേണ്ടത് ദിനേശ്?
എൽദോ ഇടപെടലിൻ്റെ കുഴപ്പമല്ല, കേരളം വളരെ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് പോയത്. നമുക്കറിയാം സാധാരണ ഇത്തരം കേസുകളൊക്കെ ഒരാഴ്ചയൊക്കെ തിരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്, മിസ്സിംഗ് കേസുകളായി മാറും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കൃത്യമായി മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. കേരളത്തിലെ കേരളത്തിലെ MLA മാർ ദിവസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. എം കെ രാഘവൻ ഇവിടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. അതിനുശേഷം സച്ചിൻ ദേവ് MLA യും ലിൻഡോ ജോസഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. അതിന് പിന്നാലെ അവർ പോയതിനു ശേഷം ഇതിനിടയിൽ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും 3 ദിവസത്തോളം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് കല്യാശ്ശേരി MLA ആയ വിജിനുണ്ട്, അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലെ MLA ആയ രാജഗോപാലുണ്ട്, അതുപോലെ കാസർഗോഡ് നിന്നുള്ള അഷ്റഫുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ അവരിപ്പോഴും ഉണ്ട്. ഇന്നായിരിക്കും അവർ മടങ്ങിപ്പോവുക. ഇങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ നിൽക്കുകയും ഇവരുടെ യോഗങ്ങളിൽ, അതായത് ഇതിൻ്റെ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുകയും തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി തലത്തിൽ, കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിലേക്ക്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കർണാടക ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് നിരന്തരമായി ഉള്ള ആശയവിനിമയം നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഒരു ഇടപെടൽ എന്തായാലും എങ്ങനെ നടക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ കൃത്യമായി കേരളം ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൗത്യം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക്, അത് നദിയിൽ ഇറങ്ങിയുള്ള ദൗത്യം അവസാനിപ്പിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് കർണാടക ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും കേരളം ഇടപെട്ടതിനെ തുടർന്ന് വീണ്ടും 2 ദിവസത്തോളം വീണ്ടും ദൗത്യം നടന്നു. പക്ഷേ ഇന്നു മുതൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അത് കൃത്യമായി തന്നെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെ അറിയിക്കുകയുമാണ് ചെയ്തത്. ഇനിയുള്ളത് ഈ നദിയിൽ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് സംബന്ധിച്ചാണ്. അത് അല്ലെങ്കിൽ വെള്ളം നദിയിലെ അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം, ജലനിരപ്പ് കുറഞ്ഞ ശേഷമായിരിക്കും ഇനിയൊരു നടപടി ഉണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇന്നലെ കർണാടക എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ഇത് ചെയ്യുമോ കർണാടകം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഇന്ന് കലക്ടറുടെ ഭാഗത്തുനിന്ന്, ആ ഒരു നിർണായകമായ നീക്കം ഇന്ന് കലക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം.